അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത് 5ാം ക്ലാസ്സിലെ ഫിഖ് ആണ്. പൊതുപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതുപോലെ കഴിഞ്ഞതായ 2018 നടന്ന കുറച്ച് മോഡൽ ചോദ്യങ്ങളുമാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ പ്രവർത്തനം ഇതാണ്: യോജിപ്പിക്കാം. ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചത് താഴേക്ക് എഴുതി കൊടുക്കുക കോളത്തിലേക്ക്. 1. ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ നിർബന്ധമുള്ളൂ. ജീവിതത്തിൽ ഒരു തവണ മാത്രം ചെയ്താൽ മതി. അങ്ങനെയുള്ളത് എന്താണ്? ബ്രാക്കറ്റിൽ കാണാം, ഹജ്ജ്. രണ്ടാമത്തേത്, റമളാനിൽ മാത്രമുള്ള സുന്നത്ത് നിസ്കാരം. റമളാനിൽ മാത്രമുള്ള സുന്നത്ത് നിസ്കാരം അത് റമളാനിലേ നിർവഹിക്കുള്ളൂ. അതിൻ്റെ അർത്ഥം തന്നെ അതാണ്. അതേതാണ്? തറാവീഹ് നിസ്കാരമാണ്. തറാവീഹ് നിസ്കാരം. അവിടെ തറാവീഹ് എന്ന് കാണാം. 3. റമളാൻ അവസാന ദിവസത്തെ സൂര്യൻ അസ്തമിച്ചാൽ വാജിബാകും. ചോദ്യം ശ്രദ്ധിച്ച് ഉത്തരം എഴുതണം കേട്ടോ. റമളാൻ അവസാന ദിവസത്തെ സൂര്യൻ അസ്തമിച്ചാൽ വാജിബാകും. അപ്പം നിർബന്ധമാകുന്നതാണ് സക്കാത്തുൽ ബദൻ, അതായത് ഫിത്ർ സക്കാത്ത് എന്ന് പറയും. അതിൻ്റെ മറ്റൊരു പേരാണ് സക്കാത്തുൽ ബദൻ. ഇതേപോലെ സക്കാത്തുൽ മാൽ എന്നുണ്ട്, സമ്പത്തിൻ്റെ സക്കാത്ത്. സക്കാത്ത് 2 വിധമാണ്, അത് ഓർത്തു വെക്കണം കേട്ടോ. അതും പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. 4. ഖസ്റും ജംഉം ജായിസാവാത്തതാണ്. ഖസ്റും ജംഉം ജായിസാകാത്ത എന്താണ് മുകളിലുള്ളത്? നിസ്കാരമുണ്ട്, ഒരു നിസ്കാരമുണ്ട്. അതാണ് സുബഹ്. സുബഹ് നിസ്കാരം എന്ത് ചെയ്യില്ല? ജമ്മും കസറും ജായിസാവില്ല. കാരണം ളുഹറും അസറും മഗ്രിബ് ഇശാവും ആണ് ജമ്മും കസറാക്കാൻ പറ്റുന്നത്. ഇനി 5. ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് സ്വലാത്തുൽ ഈദ്, പെരുന്നാൾ നിസ്കാരം. ഇനി അടുത്ത പ്രവർത്തനമാണ്, വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട പ്രവർത്തനമാണ്. ശരി അടയാളപ്പെടുത്താം. ശരിക്ക് നേരെ ശരി രേഖപ്പെടുത്താം. 1. ഇശാ നിസ്കരിച്ച ശേഷം സുബ്ഹ് വരെയാണ്. ഏത് നിസ്കാരത്തിൻ്റെ ടൈമാണ് ഇപ്പോൾ പറഞ്ഞത്? തഹിയ്യത്ത്, തറാവീഹ്, റവാത്തിബ്. ശരിയായത് തറാവീഹാണ്. 2. ഖുനൂത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. ഖുനൂത്തിന് ശേഷം, ഖുനൂത്ത് എന്ന് പറയുന്നത് തന്നെ അബ്ആലാണ്. ഖുനൂത്ത് ഓതുക എന്നത് തന്നെ അബ്ആലാണ്. അപ്പോൾ ഖുനൂത്തിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത് എന്താണ്? അബ്ആൽ സുന്നത്തിൽപ്പെട്ടതാണ്. കാരണം നബിയുടെ കുടുംബത്തിൻ്റെ മേലിലും നബിയുടെ മേലിലും സ്വലാത്ത് ചൊല്ലൽ അബ്ആലാണ് കേട്ടോ. 3. സുജൂദിൽ നിലത്ത് വെക്കൽ സുന്നത്താണ്. സുജൂദ് ചെയ്യുമ്പോൾ 8 അവയവങ്ങൾ വെക്കണം. അതിൽ ഒരവയവം മാത്രം സുന്നത്താണ്. സുജൂദിൽ 7 അവയവം നിർബന്ധമായും വെക്കണം. അതിൽ സുജൂദിൽ നിലത്ത് വെക്കൽ സുന്നത്താണ്. ഏതാണ്? നെറ്റിയാണോ, മൂക്ക്, മുൻകൈ, പള്ള? ഏതാണ്? മൂക്കാണ്. മൂക്ക് വെക്കലാണ് സുജൂദിൽ സുന്നത്ത്. ബാക്കി 2 കൈകളുടെ പള്ള, 2 കാൽവിരലുകളുടെ പള്ള, 2 കാൽമുട്ട്, അതുപോലെ നെറ്റി, ഇതൊക്കെ വെക്കൽ നിർബന്ധമാണ്. മൂക്ക് വെക്കൽ സുന്നത്തുമാണ്. 4. ഉള്ളൻ കൈകൾ മുട്ടിൻ കാലിൽ എത്തുന്ന നിലയിൽ കുനിയലാണ് ഡാഷ്. ഇവിടെ യോജിച്ചത് സുജൂദ്, ഇഅ്തിദാൽ, റുക്കൂ. അതിനാണെന്ന് പറയാം റുക്കൂ. ഉള്ളൻ കൈ മുട്ടിൻ കാലിൽ എത്തുന്ന നിലയിൽ കുനിയലാണ് റുക്കൂ. 5. ഫാത്തിഹയ്ക്ക് മുമ്പ് സുന്നത്താണ്. പെട്ടെന്ന് മനസ്സിലാകും. അഊദു, ബിസ്മി, സൂറത്ത്. ശരിയായത് അഊദു. ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണല്ലോ, ഫാത്തിഹയ്ക്ക് മുമ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ അഊദു ആണ് വരിക കേട്ടോ. അടുത്ത പ്രവർത്തനം എന്ത് ചൊല്ലാം?
ഒന്ന് വെള്ളിയാഴ്ച സുബഹിൽ സൂറത്തു ഡാഷ് സൂറത്തു ഡാഷ്. വെള്ളിയാഴ്ച സുബഹിൽ സൂറത്തു സജദയും അതുപോലെ സൂറത്തു ദഹറും. 2 ഇഖാമത്തിൻ്റെ 2 കലിമത്തുകൾ കേൾക്കുമ്പോൾ എന്താ ചൊല്ലേണ്ടത്? അഖാമഹല്ലാഹു വ അദാമഹ വ ജഅലനി മിൻ സ്വാലിഹി അഹ്ലിഹ. 3 പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീറുകൾക്കിടയിൽ ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 4 നോമ്പ് തുറന്ന ഉടനെ ചൊല്ലേണ്ടതാണ് അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു. നോമ്പിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. 24ാമത്തെ പാഠം നന്നായി പഠിക്കുക. ഇനി 5 വുളൂഇൽ ഷഹാദത്ത് കലിമക്ക് ശേഷം വുളൂഇൽ ഷഹാദത്ത് കലിമക്ക് ശേഷം ചൊല്ലേണ്ട എന്താണ്? അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅ തഹൂറൻ. ഇനി അടുത്ത പ്രവർത്തനമാണ് പൂർത്തിയാക്കാം. 1 നിന്നും ഇരുന്നും നിസ്കരിക്കുന്നവർ ഡാഷ് കൊണ്ടും മലർന്നു കിടക്കുന്നവർ ഡാഷ് കൊണ്ടും കിബിലക്ക് മുന്നിടണം. പൂരിപ്പിച്ചു കൊടുക്കുക. നിന്നും ഇരുന്നും നിസ്കരിക്കുന്നവർ നെഞ്ചുകൊണ്ടും ചെരിഞ്ഞു കിടക്കുന്നവർ മുഖം, ശരീരത്തിൻ്റെ മുൻഭാഗം എന്നിവ കൊണ്ടും മലർന്നു കിടന്നവർ മുഖം കൊണ്ടും കിബിലക്ക് മുന്നിടണം. 2 ഉസല്ലി ഫർള സുബ്ഹി ഡാഷ് ഇലൽ ഖിബ്ലത്തി അദാ ലില്ലാഹി തആല. അവിടെ നിയ്യത്ത് പൂരിപ്പിച്ചു കൊടുക്കാനാണ്. സല്ലി ഫർള സുബ്ഹി റക്അതൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാ ലില്ലാഹി തആല. 3 സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമാഅത്തിന് ഡാഷ് എന്ന് വിളിക്കൽ സുന്നത്താണ്. എന്താണ്? സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമാഅത്തിന് അസ്സലാത്ത് ജാമിഅ എന്ന് വിളിക്കൽ സുന്നത്താണ്. 4 കുളിക്കും ഡാഷ് പകരമായി ഡാഷ് ചെയ്യൽ വാജിബാണ്. പൂരിപ്പിച്ചു കൊടുക്കുക. കുളിക്കും വുളൂഇനും പകരമായി തയമ്മും ചെയ്യൽ വാജിബാണ്. 5 മുക്കല്ലഫും സ്വതന്ത്രനും ജുമഅയുടെ ഡാഷ് താമസിക്കുന്നവനും ഡാഷ് എല്ലാ പുരുഷനും ജുമഅ വാജിബാണ്. പൂരിപ്പിച്ചു കൊടുക്കാം. മുക്കല്ലഫും സ്വതന്ത്രനും ജുമഅയുടെ മഹല്ലിൽ താമസിക്കുന്നവനും ഉദ്റില്ലാത്തവനുമായ എല്ലാ പുരുഷനും ജുമഅ വാജിബാണ്. ഇനി അടുത്ത പ്രവർത്തനം ഒറ്റ വാക്കിൽ എഴുതാമെന്നുള്ളതാണ്. 1 ഹൈള് ഉണ്ടാകാവുന്ന ചുരുങ്ങിയ പ്രായം എത്രയാണ്? 9 ചന്ദ്രവർഷമാണ്. 2 5 ഒട്ടകത്തിന് സക്കാത്തായി നൽകേണ്ടത് 1 ആടാണ്. 3 സക്കാത്തുൽ ഫിത്തറിൻ്റെ മറ്റൊരു പേര് സക്കാത്തുൽ ബദൻ എന്നാണ്. 4 റമളാൻ നോമ്പിന് ഓരോ രാത്രിയിലും നിയ്യത്ത് ചെയ്യൽ വാജിബാണ്. അവിടെ വാജിബ് എന്ന് എഴുതി കൊടുത്താൽ മതി. 5 ചെയ്താലും ഇല്ലെങ്കിലും കൂലിയും ശിക്ഷയും ഇല്ലാത്തതാണ് ഹലാല്. ഇനി അവിടെ മുബാഹ് എന്ന് എഴുതി കൊടുത്താലും അല്ലെങ്കിൽ ജായിസ് എന്ന് എഴുതി കൊടുത്താലും ഒക്കെ സമം തന്നെയാണ് കേട്ടോ. ഇനി ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ അവിടെ ഉദാഹരണം എഴുതി കൊടുക്കുക. ഇതുപോലെ നല്ല ചെരുപ്പ് ധരിക്കുക ഒക്കെ പറ്റും. ഇനി ഹുക്മി എഴുതാം, വിധി എഴുതാനാണ്. നിഫാസ് കാരിയെ തൊലാക്ക് ചെല്ലൽ എന്താണ് വിധി? ഹറാമാണ്. 2 റമളാൻ അവസാന പകുതിയിലെ വിത്റിൽ ഖുനൂത്ത് ഓതൽ സുന്നത്താണ്. 3 ഒടുവിലെ അത്തഹിയാത്തിന് ശേഷം നബിയുടെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലൽ അത് സുന്നത്താണ്. 4 തറാവിയഹിൽ എല്ലാ 2 റക്അത്തിലും സലാം വീട്ടൽ അത് വാജിബാണ്, നിർബന്ധമാണ്. 5 ഹലാലായ ദീർഘയാത്രയിലെ നിസ്കാരം ഖസ്റാക്കൽ അത് ജായിസാണ്.
ഇനി ആശയം എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാസാല യഖ്നുതു ഫിൽ ഫജ്രി ഹത്താ ഫാറഖദ് ദുനിയ. അതിൻ്റെ അർത്ഥം പാഠഭാഗത്തിലുണ്ട് എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എഴുതിയെടുക്കട്ടോ. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവ് വിട്ടു പിരിയുന്നതുവരെ സുബഹ നിസ്കാരത്തിൽ കുനൂത്ത് ഓതുന്നവരായിരുന്നു. 2. അസ്സിവാക്കു മത്ഹറത്തുല്ലിൽ ഫമി മറല്ലാത്തുല്ലിർ റബ്ബി. പല്ല് തേക്കൽ വായശുദ്ധിയാക്കുന്നതും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതുമാകുന്നു. 3. ലാ സ്വലാത്ത് ലിമൻ ലം യഖറ ബി ഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. ചോദ്യം 1. തയമ്മുമിന് എങ്ങനെ നിയത്ത് ചെയ്യണം? ഉത്തരം: ഫറലായ നോമ്പിന് ഓരോ രാത്രിയിലും ഫജ്റിന് മുമ്പായി നിയത്ത് ചെയ്യണം. 2. ഫർള് നിസ്കാരത്തിൻ്റെ നിയത്തിൽ എന്തെല്ലാം വാജിബാണ്? ഞാൻ നിസ്കരിക്കുന്നുവെന്നും ഇന്ന നിസ്കാരമാണെന്നും ഫറലാണെന്നും കരുതൽ വാജിബാണ്. 3. 2 കൈകൾ ചുമലിൻ്റെ നേരെ ഉയർത്തണം എപ്പോഴെല്ലാം? ഉത്തരം: റുക്കൂയിലേക്ക് കുനിയുമ്പോഴും അതിൽ നിന്ന് ഉയരുമ്പോഴും 1-ാം തശഹൂദിൽ നിന്ന് ഉയരുമ്പോഴും. പ്രകാരം കൈകൾ ഉയർത്തൽ സുന്നത്താണ്. 4. ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ ഉറക്കെ ഓതൽ സുന്നത്തുള്ള ഫർള് നിസ്കാരങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? ളുഹറും അസറും ഒഴിച്ചുള്ള ബാക്കിയുള്ള നിസ്കാരം, മഗ്‌രിബ്, ഇശാ, സുബ്ഹ്. ഇതോടുകൂടെ നമ്മുടെ ഫിഖിലെ ചോദ്യം അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.